ചിരി. ആ ചിരിയിൽ തന്നെ ഒരു പേടിയുണ്ട്. ഞാൻ ചിരിക്കുമ്പോൾ ഞാൻ പേടിക്കുന്നില്ല, എന്റെ ചിരി കേട്ടിട്ട് നിങ്ങൾക്ക് ഭയമുണ്ട്. രാജ്യത്തിന്റെ കാവൽക്കാരൻ കള്ളനാണ് എന്ന മുദ്രാവാക്യം മുഴക്കി കോൺഗ്രസ് രംഗത്ത് വന്നു. അരവിന്ദ് കെജ്രിവാൾ എന്ന രാഷ്ട്രീയക്കാരനെ പിടിച്ച് തുറുങ്കിലടയ്ക്കുന്നു എന്ന് പ്രമേഹം കൂട്ടി ജാമ്യം കിട്ടാൻ മാങ്ങ കഴിക്കുന്നു എന്ന് ഇ ഡി പോലൊരു പ്രീമിയർ ഏജൻസി കോടതിയിൽ പരിഹാസവാദങ്ങൾ ഉന്നയിക്കുന്നു. എത്രമാത്രം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ഇ ഡിയും അതിനെ നയിക്കുന്നവരും അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്ക് വരുന്നതിൽ എന്ന് വ്യക്തമല്ലേ? രാജ്യത്തെ നിങ്ങൾ വല്ലാതെ ഈ രാത്രിയിൽ വേർപ്പൊഴുക്കണ്ട. മോദിക്ക് വേർപ്പ് വരികയാണെങ്കിൽ ആ വേർപ്പ് മാറ്റാനുള്ള പരിപാടി മോദിക്കുണ്ട്. നിങ്ങളെ ഓർത്തും നിങ്ങൾ വിഷമിക്കണ്ട. ആലോചിച്ച് നോക്കൂ, എന്തൊരു വരവാണത്. രാജ്യ തലസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂക്കിൻ കീഴിൽ ഒരു കുറിയ മനുഷ്യൻ പതിഞ്ഞ ശബ്ദത്തിൽ നിങ്ങളെയൊക്കെ വെല്ലുവിളിച്ച് നിൽപ്പാണ് അവിടെ. നിങ്ങൾ കെട്ടിയ കോട്ടയൊക്കെ, ഈ നെറികെട്ട കോട്ടയൊക്കെ പൊളിച്ചു വന്ന് നിൽപ്പാണ്. എന്തൊരു രാഷ്ട്രീയ വിന്യാസമാണത്. നോക്കൂ ശ്രീ ഗോപാലൻ, നെറികെട്ട കോട്ടയൊക്കെ പൊളിച്ചു വന്ന് നിൽപ്പാണ്. നിങ്ങൾക്ക് നാണമുണ്ടോ നെറികെട്ട ഭാഷ സംസാരിക്കാൻ? ഞങ്ങൾ നെറികെട്ട കോട്ട കെട്ടിയത് തന്നോട് ആരോട് പറഞ്ഞു? ഒരു 24ന്റെ ചാനൽ പറയാ ഞങ്ങൾ നെറികെട്ട കോട്ട കെട്ടിയത്. നിങ്ങൾ ചർച്ച ചെയ്യണം. നിങ്ങൾ എന്താ പിന്നെ മാന്യമായി ചർച്ച കോടതി തെളിഞ്ഞ എന്താ? നിങ്ങൾ കോടതി തെളിഞ്ഞത്? നിങ്ങളുടെ ഖജനാവിലേക്ക് കോടികൾ തള്ളി ഒരുത്തനാണ് ഈ മാപ്പുസാക്ഷി. ചെയ്യേണ്ടി വരും. രണ്ടുതരം ഒരു ചാനൽ പാർട്ടി ഓഫീസിൽ പറയുന്ന വാക്ക് അവിടെ പോയി പറ. താൻ ചർച്ച നടത്തുകയാണ്, മാന്യമായി ചർച്ച നടത്തും. പാർട്ടി ഓഫീസിൽ പറയുന്ന വാക്കൊക്കെ പാർട്ടി ഓഫീസിൽ കാണുന്നതല്ലേ? തന്നോട് തന്നെ പറയുന്നത്. പാർട്ടി ഓഫീസിൽ ആദ്യത്തെ ചിരിയൊക്കെ അങ്ങ് പോയി. തന്നോടാണ് പറയുന്നത്. അപ്പൊ അത് ചിരിയൊക്കെ അങ്ങ് പോയോ ഡൽഹിയിൽ? ഗോപാലകൃഷ്ണ, ആദ്യത്തെ ചിരിയൊക്കെ അങ്ങ് പോയോ? ആദ്യത്തെ ചിരിയൊക്കെ അങ്ങ് പോയോ ഗോപാലകൃഷ്ണ? മര്യാദയോട് പറയരുത്. പറഞ്ഞിട്ടില്ല, വായിച്ചോന്ന് പറയാ. ഒരു മര്യാദയോടും പറഞ്ഞിട്ടില്ല സാർ. നെറികെട്ട കോട്ട എന്ന വാക്കിന് എനിക്ക് പറയാൻ കാരണങ്ങളുണ്ട്, ബോധ്യങ്ങളുണ്ട്. ആരോടോ കെട്ടിയത് പറഞ്ഞു തരട്ടെ, കേൾക്കാവോ? പറയണെങ്കില് താൻ ആരാധന വിചാരം? ഞാൻ നിന്റെ തന്ത അതെന്തൊരു സ്ഥലത്തില് സംസാരിക്കുന്നത്? കോട്ട എന്നുള്ളത് 24ന്റെ ചാനൽ പറയാം. തനിക്ക് നാണമില്ലേ? സാറേ, മോദിയെ പോലെ പിടിവിട്ട് സംസാരിക്കല്ലേ? മോദിയെ പോലെ പിടിവിട്ട് അങ്ങയുടെ നേതാവിനെ പോലെ പിടിവിട്ട് സംസാരിക്കല്ലേ? അങ്ങയുടെ നേതാവിനെ പോലെ പിടിവിട്ട് സംസാരിക്കല്ലേ? തെണ്ടിത്തരം എന്നൊക്കെ അങ്ങയുടെ പാർട്ടി ഓഫീസിൽ പറഞ്ഞാൽ മതി. തെണ്ടിത്തരം എന്നൊക്കെ പാർട്ടി ഓഫീസിൽ പറഞ്ഞാൽ മതി. ഒരു വാക്കും പിൻവലിക്കുന്നില്ല, ഒരു വാക്കും പിൻവലിക്കുന്നില്ല.